ഡൽഹി സ്ഫോടന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പുൽവാമ സ്വദേശിയും ഇലക്ട്രീഷ്യനുമായ തുഫൈൽ നിയാസ് ഭട്ടാണ് അറസ്റ്റിലായത്. ഭീകരാക്രമണങ്ങൾക്കായി വൈറ്റ് കോളർ ഭീകര സംഘത്തിലെ 5 ഡോക്ടേഴ്സ് ചേർന്ന് 26 ലക്ഷം രൂപ സ്വരൂപിച്ചതായും വിവരമുണ്ട്. ആക്രമണ രീതി, സാമ്പത്തിക സ്രോതസ് എന്നിവയെക്കുറിച്ച് വൈറ്റ് കോളർ ഭീകര സംഘത്തിനിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഡൽഹി സ്ഫോടനത്തിന്റെ ആസൂത്രണത്തിലുൾപ്പെടെ തുഫൈൽ നിയാസ് ഭട്ടിന് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പുൽവാമ സ്വദേശിയും ഇലക്ട്രീഷ്യനുമായ തുഫൈൽ നിയാസ് ഭട്ടിനെ ജമ്മു കാശ്മീർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വൈറ്റ് കോളർ ഭീകര സംഘവുമായി ഇയാൾക്ക് ബന്ധമുള്ളതായി അന്വേഷണ സംഘം കണ്ടെത്തി. ഭീകരാക്രമണങ്ങൾക്കായി വൈറ്റ് കോളർ ഭീകര സംഘത്തിലെ 5 ഡോക്ടേഴ്സ് ചേർന്ന് 26 ലക്ഷം രൂപ സ്വരൂപിച്ചു. 2 വർഷം കൊണ്ട് സ്ഫോടക വസ്തുക്കളും റിമോട്ട് ട്രിഗറിംഗ് ഉപകരണങ്ങളും ശേഖരിച്ചു. അറസ്റ്റിലായ ഡോക്ടർ മുസമ്മിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യയിൽ നിന്നുൾപ്പെടെ പ്രതികൾ ആയുധങ്ങൾ വാങ്ങി. സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാനായി ഡീപ് ഫ്രീസർ സംഘടിപ്പിച്ചു. അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീൻ ഷഹീദാണ് ആയുധങ്ങൾ സംഘടിപ്പിക്കാൻ നീക്കം നടത്തിയതെന്നാണ് വിവരം. വൈറ്റ് കോളർ ഭീകര സംഘത്തിനിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നതായി അന്വേഷണ സംഘം. അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടന്ന കാർ ഓട്ടിച്ച ഡോക്ടർ ഉമർ മുഹമ്മദ് ഡോക്ടർ ആദിൽ റാത്തറിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തില്ല. ജമ്മു കാശ്മീരിൽ മൗലവി ഇർഫാൻ അറസ്റ്റിലായതോടെ ഉമർ വീണ്ടും കാശ്മീരിലെത്തി. ഗാസിഗുണ്ടിൽ വെച്ച് സംഘത്തിലെ അംഗങ്ങളുമായി ഉണ്ടായ അഭിപ്രായ ഭിന്നത പരിഹരിച്ചു. അൽ ഖ്വയ്ദയോട് താൽപര്യമുള്ളവരായിരുന്നു അറസ്റ്റിലായ ആദിൽ റാത്തറും ഇർഫാനും. എന്നാൽ ഉമർ മുഹമ്മദിന് IS-നോടായിരുന്നു താൽപര്യം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.